നമുക്ക് വറ്റൽമുളക് നിങ്ങൾ മേടിച്ചോ ഗൈസ്? ഞാൻ മേടിച്ചില്ല. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മളൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കര സംഭവമായിട്ടുള്ള കുക്കിംഗ് ഒന്നുമല്ല. അപ്പം ഞാനിന്ന് രാത്രിയിൽ നമ്മൾ ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെറൈറ്റി ആയിട്ട് എന്ത് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് പപ്പടം കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കുന്നത് നമ്മളൊരു റീൽസ് കണ്ടതാണ്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അത് ഉണ്ടാക്കാമെന്ന്. അപ്പം അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സംഭവമുള്ള ഒരു വീഡിയോ ഒന്നല്ല, ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം എല്ലാവരും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പപ്പടം കിടക്കണം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഒരു 5-6 പപ്പടം വറുത്തെടുക്കാം. നമുക്ക് പപ്പടം വറുത്തെടുക്കാം കേട്ടോ. അധികമൊന്നും വേണ്ട പപ്പടം, ഒരു 5-6 പപ്പടം മതി. എന്നാലും അത്ര മതി. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് പപ്പടം വറുത്തെടുക്കാം. ഓരോ പപ്പടമായിട്ട് ഇതുവരെ ഞാൻ ഈ പപ്പട ചമ്മന്തി ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു റീൽസ് കണ്ടതാണ്, ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് കണ്ടതാണ്. അപ്പം അതിനകത്ത് ഭയങ്കര സംഭവമായിട്ട് ഭയങ്കര ടേസ്റ്റി എന്നൊക്കെ പറഞ്ഞപ്പം ഒരു കൊതി ഉണ്ടാക്കാൻ. അപ്പോൾ വിചാരിച്ചു വന്നാൽ പിന്നെ ഇന്ന് പപ്പട ചമ്മന്തി ഉണ്ടാക്കണം. ഇന്ന് എന്തായാലും ഒരു ചമ്മന്തി ഉണ്ടാക്കണം കഞ്ഞി കുടിക്കാൻ. അപ്പോൾ വിചാരിച്ചു വന്നാൽ പിന്നെ പപ്പട ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചു. 3 4 5 പപ്പടം മതി കേട്ടോ. എനിക്കിപ്പോൾ വേറെ വളർത്തില്ല. 5 പപ്പടം. പപ്പടം 5 എണ്ണം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇത്ര മതിയാവും. 5 പപ്പടം തന്നെ അടിപൊളിയായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് എല്ലാവർക്കും അറിയാം പപ്പടം വറുക്കാൻ, എനിക്ക് മാത്രമല്ല. പിന്നെ ഇത് കുറച്ച് തേങ്ങ, വറ്റൽമുളക്, ഒരു 8-9 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞി പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അതേ എണ്ണയിലിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് വറ്റൽമുളക് വറുത്തെടുക്കാം. തേങ്ങ വറുക്കണ്ട, എടുക്കാം മുളക്. നമുക്ക് വറ്റൽമുളക് നിങ്ങൾ മേടിച്ചോ ഗൈസ്? ഞാൻ മേടിച്ചില്ല. എന്തോ ഒന്ന് പൊട്ടിത്തെറിച്ചു. എന്താന്ന് എനിക്കറിയില്ല. ഇതിൽ വെള്ളം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്തോ പൊട്ടിത്തെറിച്ചു. ഇതൊക്കെ കഴിഞ്ഞു. അതെന്താ പൊട്ടിത്തെറിച്ചേ? പേടിച്ചൊന്നുമില്ല, പേടിച്ചില്ല. ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് ഞെട്ടിയതേ ഉള്ളൂ. കരിഞ്ഞു പോയി ചെറുതായിട്ട്. അത് കുറച്ച് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിത്തെറിച്ച് കോരി തിരിച്ചു വരും. അത് നമ്മൾ ഇത്ര മതി കേട്ടോ. ഇത്രയൊന്നും നിങ്ങൾ കരിക്കണ്ട, കരിഞ്ഞു പോയി. അത് ഈ ഒച്ച കേട്ട് പേടിച്ചു പോയതാണ്. ഇപ്പൊ വറ്റൽമുളക് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഇഞ്ചിയും ഇടുമ്പോൾ സൂക്ഷിക്കണം. എണ്ണ ചൂടായി ഇടുമ്പോൾ എന്നെപ്പോലെ പൊട്ടത്തരം കാണിക്കരുത്, നോക്കിയിടണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തൊരു കുഞ്ഞി ഇത്തിരി വാളംപുളി ഇടാം കേട്ടോ. അപ്പോൾ ഇവിടെ വാളംപുളി ഇല്ല. ഞാൻ വൈകുന്നേരം കടയിലൊക്കെ മേടിക്കണം എന്ന് വെച്ച് മറന്നു പോയി. അതുകൊണ്ട് വളംപുളി കൂടി അടിപൊളിയായിരിക്കും. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്, ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കണം. എല്ലാവരും പറയുന്നത് സത്യമാണ്. വറ്റൽമുളക് ഇത്തിരി കരിഞ്ഞു പോയിട്ടോ. നിങ്ങളുണ്ടാക്കുന്ന ഇത്ര കഴിക്കരുത്. എന്തോ ഒച്ച കഴിച്ചു. വെള്ളം വീണതാ തോന്നുന്നു വേണ്ടേലേക്ക്, അറിയില്ല. കുഞ്ഞുള്ളി വറുത്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് പോയി. ഓക്കെ, നമുക്ക് കുഞ്ഞുള്ളിയും വറ്റൽമുളകും പപ്പടം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്തെടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ വറുത്തെടുക്കാം. കറിവേപ്പില ഇപ്പം ഞാൻ ഇവിടെ നിന്ന് പറിച്ചിട്ട്
കഴുകിയത്. അപ്പം നിങ്ങൾ ഇടുമ്പോൾ സൂക്ഷിക്കണേ. എനിക്ക് 2 വട്ടമായിട്ട് അബദ്ധം പറ്റിയത്, കൈ പൊള്ളുന്നത് കാരണം. കറിവേപ്പില ഇവിടെ വറുത്തെടുക്കാം. കുഞ്ഞി കറിവേപ്പിലയാണ്. നമ്മൾ ഉണ്ടായി വന്നപ്പോൾ തന്നെ പറിച്ചെടുത്താൽ മതി. എല്ലാം നന്നായിട്ട് മൂത്തിട്ടൊന്നുണ്ട്, അത് പെട്ടെന്ന് നമുക്ക് പപ്പടം എടുത്ത് നോക്കാം. നമ്മളെ മിക്സിയുടെ ജാർ എടുക്കാം. മുളകിന്റെ തണ്ടൊക്കെ പൊട്ടിച്ചിട്ട് നമുക്കിടാം. മുളക് ഇത്തിരി കരിഞ്ഞു പോയി. കറിവേപ്പില ഇടാം, കുഞ്ഞുള്ളി ഇടാം കേട്ടോ. കുഞ്ഞുള്ളിയും കൂടെ ഇട്ട് തേങ്ങയും കൂടെ ഇത്തിരി തേങ്ങയുള്ളൂ കേട്ടോ. ഒരു മുറി തേങ്ങയുടെ പകുതി ഇത്തിരി എടുത്തിട്ടുള്ളൂ. തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല, തേങ്ങയില്ലെങ്കിലും പപ്പടച്ചമ്മന്തി ഉണ്ടാക്കാം. പിന്നെ ഞാൻ കുറച്ച് ഇരുന്നോട്ടേന്ന് ഓർത്തു, കുറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ടുണ്ട്. നമ്മളിതൊന്ന് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ ഇടാം കേട്ടോ. ഞെട്ടിപ്പോയി, ഇന്ന് ഫുള്ള് ഫ്ലോപ്പാണ്. കാരണം കൊച്ച് ഇവിടെ വന്നിട്ട് നമ്മുടെ മിക്സി താഴെ ഇരിക്കുന്നത്. അപ്പൊ അത് വന്നിട്ട് അവന് മറ്റേ ഒരു സ്വിച്ച് ഓൺ ആക്കി ഇട്ടിട്ട് പോകും. നമ്മളിവിടെ കുത്തിയിട്ട് നമ്മളൊന്ന് ഊരിയിടുക ചെയ്യാം. അല്ലെങ്കിൽ അവൻ അതിനകത്ത് കൈയൊക്കെ ഇട്ടിട്ട് പിന്നെ സ്വിച്ച് ഇട്ടതാണെങ്കിൽ മിക്സിയൊക്കെ ഓണാക്കി അവന് കൈയൊക്കെ പോയി. അതുകൊണ്ട് അത് ഓഫാക്കി ഇടുന്നേ. അപ്പൊ അവനത് ഓണാക്കി ഇടും സ്വിച്ച് താഴത്തെ മിക്സിയുടെ. അപ്പൊ ഇത് ഇട്ടപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടി, ഇന്ന് ഫുള്ള് പേടിക്കണം. ഇത് എത്ര ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പപ്പടം പൊടിച്ചിട്ട് കൊടുക്കാം. പപ്പടം പൊടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ 5 പപ്പടം ഇതിലേക്ക് പൊടിച്ചിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിലൂടെ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പപ്പടം പൊടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സുഖം. ഇത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കേ. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ചമ്മന്തി ഇട്ട് വരാം. ഇതാണ് മതി. തലയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത്തിരി വെള്ളം ചേർത്തോളൂ. അത് തുള്ളി വെള്ളം ചേർത്തു, കരയുന്നില്ല. സുഖമില്ല. വെള്ളം ചേർത്തുണ്ട്.
അപ്പം നമ്മൾ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. നോക്കാം. നമ്മുടെ അടിപൊളി പപ്പട ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുഴപ്പമില്ല, രസമുണ്ട്. അങ്ങനെ ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയാനൊന്നുമില്ല, എന്നാലും രസമുണ്ട്. ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം നമുക്ക്. നിങ്ങൾ ഗ്യാസ് ഇതുപോലെ വെച്ച് ഓണാക്കിയിട്ട് പോകരുത്, ഓഫാക്കണം. ഞാൻ മറന്നു ഒഴിച്ചിരിക്കും. ഇത്തിരി ചോറ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്തിരി ചമ്മന്തിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. കൈ കഴുകട്ടെ. നമ്മൾ റീൽസിലൊക്കെ കണ്ട ചമ്മന്തി കൂട്ടി നമുക്ക് ചോറിന് ഇതുണ്ടോ, നല്ല ചോറും ചമ്മന്തിയും കൂട്ടി കഴിച്ചു നോക്കാം. ചോറിനൂടെ കഴിക്കാനായിട്ട് ഇത് ഇത്തിരി ഉപ്പ് കൂടിയിട്ടുണ്ട്, ഇത്തിരി. അതുകൊണ്ട് ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കുമ്പോൾ അടിപൊളിയാണ്. അത് വെച്ചാൽ പപ്പടത്തിൽ ഉപ്പുള്ളതല്ലേ, ഞാൻ മറന്നുപോയി. ഞാൻ ഇത്തിരി കറക്റ്റ് ചമ്മന്തിക്ക് ഇടുന്ന പോലെ ഇട്ടുപോയി. നിങ്ങളിടുമ്പോൾ പപ്പടത്തിന് നോക്കിയിട്ട് പപ്പടത്തിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇടണം. അടിപൊളിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. വേറെ ഒന്നും വേണ്ട, ഒരു കറിയില്ലെങ്കിലും ഈ പപ്പട ചമ്മന്തിയും കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ചോറിനാം. സൂപ്പർ. ഇപ്പം ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. നമ്മൾ ഈ ചോറിനോട് കുഴച്ച് കഴിയുമ്പോൾ കറക്റ്റാണ്. എരിവെള്ളം കറക്റ്റ് കേട്ടോ. പിന്നെ കുറച്ച് വറ്റൽമുളക് കുറച്ച് കരിഞ്ഞു പോയതുകൊണ്ട് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഉണ്ടാക്കി കഴിയുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം വല്ലതും വരും, പക്ഷെ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് എനിക്ക് ടേസ്റ്റ് നോക്കിയപ്പോൾ വലിയ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിയുമ്പോൾ അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ, സൂപ്പർ. നമ്മൾ സാധാ ചമ്മന്തി എപ്പോഴും അരക്കുന്നല്ലേ, ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ അരച്ച് നോക്കിയോ, അടിപൊളി. പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാം, സൂപ്പർ കേട്ടോ. സൂപ്പർ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചോറ് കഴിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളിയാണ്. അപ്പം എല്ലാവരും എനിക്ക് പറ്റിയ അബദ്ധങ്ങളൊന്നും പറ്റാതെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി നോക്കണം. എൻ്റെ അടിപൊളി കേട്ടോ, ഒത്തിരി ഉപ്പ് കൂടിയിട്ടുണ്ടെന്നുള്ളൂ, പക്ഷേ ചോറിലൂടെ കഴിക്കുമ്പം അടിപൊളി. അപ്പം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ.